بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وآل كل വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിലെ ഫിഖ്ഹാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠം ഹാഫിളു അല സ്വലവാത്ത്, നിസ്കാരങ്ങൾ നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം, മുഹാഫളത്താണ്. അപ്പോൾ നിസ്കാരത്തിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ആദ്യം ഈ പാഠത്തിലെ അർത്ഥം പറയാം. അതിനുശേഷം ഇതിൽ പ്രധാനപ്പെട്ട ഓരോ പോയിന്റുകളും പറയാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഹാഫിളു അല സ്വലവാത്ത്, നിസ്കാരങ്ങൾ നിങ്ങൾ മുറ പോലെ ശ്രദ്ധിക്കണം, ഹിഫ്ള് ചെയ്യാണ്. അയ്യുഹൽ വലദുൽ അസീസ്, ഓ പ്രിയപ്പെട്ട കുട്ടി, ഖദ് തഅല്ലംത അന്ന സ്വലവാത്തുൽ ഖംസ ഫർദുൻ അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ ത്വാഹിരിൻ. ഖദ് തഅല്ലംത, നിനക്കറിയാലോ, അന്ന സ്വലവാത്തുൽ ഖംസ, നിശ്ചയം 5 നിസ്കാരങ്ങൾ, ഫർദുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും ഫർദാണ്, നിർബന്ധമാണ്. എങ്ങനത്തെ മുസ്ലിമീങ്ങളാണ്? ബാലിഗിൻ, പ്രായപൂർത്തിയായ, ആഖിലിൻ, ബുദ്ധിയുള്ളതായ, ത്വാഹിരിൻ, ശുദ്ധിയുള്ള, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിൻ്റെ മേലും 5 വക്ത നിസ്കാരം നിർബന്ധമാണ്, നിനക്കറിയാലോ. ഫഇന്നഹാ അഫ്ളലുൽ ഇബാദാത്തി വഅഅ്ളമു ത്വാഅത്തി ബഅദ ഷഹാദതൈൻ. 2 ഷഹാദത്ത് കലിമയ്ക്ക് ശേഷം ആരാധനകൾ വെച്ച് ഏറ്റവും പുണ്യമായതും അതും ഏറ്റവും വലിയ പ്രതിഫലമുള്ളതുമാണ് നിസ്കാരം, ഏറ്റവും ശ്രേഷ്ഠമുള്ളതുമാണ് നിസ്കാരം. ഹിയ അവ്വലു മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമയോട് ആദ്യം ചോദിക്കപ്പെടുന്നത് നിസ്കാരമാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ ദീന ലിമൻ ലാ സ്വലാത്ത ലഹു, നിസ്കാരമില്ലാത്തവൻക്ക് ദീനില്ല. അങ്ങനെ പറയുന്ന കാരണം എന്താ? വഇന്നമാ മൗദിഉ സ്വലാത്തി മിനദ്ദീനി, ദീനിലെ നിസ്കാരത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ മൗദിഉർ റഅസി മിനൽ ജസദി, ശരീരത്തിലെ തലയുടെ സ്ഥാനം എന്താണോ അതാണ് ദീനിലെ നിസ്കാരത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ തലയില്ലാത്തൊരു ശരീരം നിങ്ങൾ ഉപകാരം ഉണ്ടാകുമോ? ഇല്ല, അതിന് ജീവൻ ഉണ്ടാകും എന്നതുപോലെയാണ് നിസ്കാരമില്ലാത്ത ഒരാളുടെ ദീൻ എന്ന് പറഞ്ഞാൽ. റവാഹു തുബ്റാനി, ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. വഹിയ ഇമാദുദ്ദീൻ, വഹിയ നിസ്കാരം ഇമാദുദ്ദീൻ, ദീനിൻ്റെ തൂണാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിൻ്റെ തൂണാണ്. ഫമൻ അഖാമഹ, ആരെങ്കിലും നിസ്കാരം നിലനിർത്തിയാൽ ഫഖദ് അഖാമദ്ദീൻ, അവൻ ദീനെ നിലനിർത്തിയവനാണ്. ഫമൻ ഹദമഹ, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ ഫഖദ് ഹദമദ്ദീൻ, അവൻ ദീനെ പൊളിച്ചു കളഞ്ഞവനാണ്. അൽ ബൈഹഖി, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുഹാഫളത്തു അല സ്വലവാത്ത്, നിസ്കാരത്തിനെ നിലനിർത്തുക, അതിനെ സൂക്ഷിക്കുക. യജിബു അദാഉ സ്വലാത്തി ഫി വഖ്തിഹൽ മുഹദ്ദദ്, യജിബു നിർബന്ധമാണ്, അദാഉ സ്വലാത്ത് നിസ്കാരത്തെ നിർവഹിക്കൽ വീട്ടിൽ, ഫി വഖ്തിഹൽ മുഹദ്ദദ് അത് നിശ്ചയിച്ച ആ സമയത്ത് തന്നെ, നിർണയിച്ച അതിൻ്റെ സമയത്ത് നിസ്കാരത്തെ വീട്ടിൽ നിർബന്ധമാണ്. സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ്, ഇബാദത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കല, നിസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്ന് പറഞ്ഞു. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇദാ ഫാതത്തി സ്വലാത്തു ബിഉദ്രിൻ, ഒരാൾക്ക് കാരണത്തോടു കൂടി നിസ്കാരം നഷ്ടപ്പെട്ടു. ഇദാ ഫാതത്തി സ്വലാത്തു, നിസ്കാരം നഷ്ടപ്പെട്ടാൽ ബിഉദ്രിൻ, കാരണത്തോടു കൂടി നിസ്കാരം നഷ്ടപ്പെട്ടു. ഇതുപോലെ കന്നൗമി, ഉറക്കം പോലെ, വന്നിസ്യാൻ, മറവി പോലെ. ഫയജിബുൽ ഖളാഉ, അപ്പോൾ ഖളാ വിട്ട് നിർബന്ധമാണ്. വയുന്ദബു സുന്നത്തൻ അൽ മുബാദറത്തു ബിഹി, പെട്ടെന്ന് തന്നെ ഖളാ വിട്ട് സുന്നത്തും ആണ്. അതായത് ഉറക്കം, മറവി പോലത്തെ കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ആ നിസ്കാരം ഖളാ വിട്ട് നിർബന്ധവും അതിനെ പെട്ടെന്ന് തന്നെ ഖളാ വിട്ടൽ, അതായത് പിറ്റേ വേറെ സമയത്തേക്കോ വേറെ ദിവസത്തേക്കോ മാറ്റി വെക്കാതെ പെട്ടെന്ന് തന്നെ ഖളാ വിട്ട് സുന്നത്തും ഖളാ വിട്ട് നിർബന്ധവുമാണ്. ഇനി രണ്ടാമത്തെ, ഇദാ ഫാതത്തി സ്വലാത്തു ബിഉദ്രിൻ, കാരണം ഗൈരി ഉദ്രിൻ, കാരണമില്ലാതെ നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ഫയൽസമു അലൈഹിൽ ഖളാ, അവൻ്റെ മേൽ ഖളാ വീട്ടിൽ നിർബന്ധമാണ്. ഫൗറൻ, പെട്ടെന്ന്, പിന്നെ പിന്തിക്കാൻ പറ്റൂല, അതായത് മറ്റൊരു സമയത്തേക്കോ മറ്റൊരു ദിവസത്തേക്കോ പിന്തിക്കാൻ പാടില്ല, അത് കുറ്റകരമാണ്. അപ്പോൾ ഉടനെ തന്നെ ഖളാ വീട്ട് നിർബന്ധമാണ്. വസറഫു ജമീഅ ഔഖാതിഹി ലിൽ ഖളാ, ഖളാ വീട്ടാൻ വേണ്ടി അവൻ്റെ എല്ലാ സമയവും അതിനു വേണ്ടി മാറ്റിവെക്കണം, ചിലവഴിക്കണം, ഖളാ വീട്ടാൻ വേണ്ടി ചിലവഴിക്കണം. ഇല്ലാ മാലാ ബുദ്ദ മിൻഹു, അവർക്ക് അത്യാവശ്യമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ മാറ്റി നിർത്തി ബാക്കിയുള്ള സമയം മുഴുവനും എത്ര നിസ്കാരം ഖളാ ഉണ്ടോ അത് മുഴുവനും ഖളാ വീട്ടാൻ വേണ്ടിയാണ് മാറ്റിവെക്കൽ നിർബന്ധമാണ്
അല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും. ഇനി മൂന്നാമത്തെ യക്ഫുറു ജാഹിദ് വുജൂബിഹ, യക്ഫുറു കാഫിറാകും, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ജാഹിദ് വുജൂബിഹ, നിസ്കാരം വുജൂബാണ്, നിർബന്ധമാണ് എന്നതിനെ നിഷേധിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇനി അടുത്ത പേജ് നോക്കി. അസ്വലാത്തു ലാ തസ്ഖുതു മാ ദാമൽ അഖ്ലു സാബിതൻ. അസ്വലാത്തു നിസ്കാരം, ലാ തസ്ഖുതു അത് ഒഴിഞ്ഞു പോകില്ല, ഒരാൾക്ക് മേലിൽ നിന്ന് അതിന് നിർബന്ധം എന്നത് ഒഴിഞ്ഞു പോകില്ല. മാ ദാമൽ അഖ്ലു സാബിതൻ, അവൻ്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം, അവർക്ക് ബുദ്ധിയുള്ള കാലത്തോളം ഒരാൾക്ക് നിസ്കാരം തോല അവൻ്റെ അതിന് ബാധ്യതയിൽ നിന്ന് അവന് ഒഴിഞ്ഞു പോകില്ല. അപ്പോൾ അവനക്ക് നിർബന്ധമാണ് ബുദ്ധിയുള്ള കാലത്തോളം. രണ്ടാമത്തെ പറഞ്ഞാൽ യജിബു അലൽ മരീദി, രോഗിയുടെ മേൽ നിർബന്ധമാണ്. ആ യുസല്ലിയ ഹസബ ഖുദ്റത്തി, അവൻക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതനുസരിച്ച് അവൻ്റെ നിസ്കരിക്കൽ നിർബന്ധമാണ്. വകദാലിക, ഇപ്രകാരം തന്നെ ഫി ഹാലത്തി ഷിദ്ദത്തുൽ ഖൗഫി, പേടി കഠിനമാകുന്ന അവസ്ഥയിലും ഇപ്രകാരം തന്നെയാണ് യുസല്ലി അല ഹസബി ഇസ്തിതാഅതിഹി, അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ നിസ്കരിക്കണം. വഫഖനല്ലാഹു ലിൽ മുഹാഫദതി അല സ്വലവാതി, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ലിൽ മുഹാഫദതി അല സ്വലവാതി, നിസ്കാരത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി, ഇതിനെ അതുപോലെ ചെയ്യാൻ വേണ്ടി അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഈ പാഠത്തിൽ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ പോയിൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. രണ്ടാമത്തെ പോയിന്റ്, 2 ഷഹാദുകൾക്ക് ശേഷം, 2 ഷഹാദ് കലിമകൾക്ക് ശേഷം ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠവും അതുപോലെ ഏറ്റവും മഹത്വമുള്ളതും നിസ്കാരമാണെന്ന്. മൂന്നാമത്തെ പോയിന്റ്, ഖിയാമത്ത് നാളിൽ, അതായത് മരിച്ച അന്ത്യനാളിൽ മനുഷ്യനോട് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തിൻ്റെ കാര്യത്തിലായിരിക്കും. നാലാമത്തെ പോയിന്റ്, ദീനിൽ നിസ്കാരത്തിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ തലയുടെ സ്ഥാനം പോലെയാണെന്ന്. അഞ്ചാമത്തേത്, നിസ്കാരം ദീനിൻ്റെ തൂണാണ്. ആരെങ്കിലും അത് നിലനിർത്തുകയാണെങ്കിൽ ആ ദീനെ നിലനിർത്തിയിരിക്കുന്നു, ആരെങ്കിലും അതിനെ തകർക്കുകയാണെങ്കിലും ദീനെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ആറാമത്തെ പോയിന്റ്, ഉറക്കം, മറവി പോലത്തെ കാരണങ്ങൾ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുകയാണെങ്കിൽ ഖളാ വീട്ട് നിർബന്ധവും ഉടനെയാക്കൽ സുന്നത്തുമാണ്. ഇനി കാരണമൊന്നുമില്ലാതെ നിസ്കാരം നഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അവൻ്റെ അത്യാവശ്യത്തിനുള്ള സമയമൊഴികെ ബാക്കി എല്ലാ സമയവും ഖളാ വീട്ടാൻ ചെലവഴിക്കേണ്ടതാണ്. ഇനി അടുത്ത പോയിന്റ്, നിസ്കാരത്തിൻ്റെ നിർബന്ധം അതിനെ നിഷേധിച്ചവൻ, നിസ്കാരം നിർബന്ധമാണ് എന്നതിനെ നിഷേധിച്ചവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫിറാകും. അടുത്തത്, ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം ഒരാൾക്കും ഒഴിഞ്ഞു പോകില്ല, നിസ്കാരം നിർബന്ധമാണ്. രോഗി അവൻ്റെ കഴിവിൻ്റെ പരമാവധി നിസ്കരിക്കണം. പേടിയുള്ള അവസരത്തിലും അവൻക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതനുസരിച്ച് നിസ്കരിക്കണം. ഇത്രയാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തദ്രീബാത്ത് ചോദ്യോത്തരങ്ങളൊക്കെയും മറ്റൊരു വീഡിയോയിൽ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.